വളരെ ഗുരുതരമായ ഒരു പരീക്ഷാ ക്രമക്കേടാണ് നമ്മുടെ രാജ്യത്ത് നടന്നത്. കഴിഞ്ഞ മെയ് 3-ാം തീയതിയാണ് നീറ്റ് പരീക്ഷ നടന്നത്. എന്നാൽ 4 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ പരീക്ഷയിൽ ക്രമക്കേടുകളും തട്ടിപ്പും നടന്നതായി NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് വിവരം ലഭിക്കും. NTA ഈ കേസ് സംസ്ഥാന പോലീസിനും സ്പെഷ്യൽ ഓപ്പറേഷൻസ് ഗ്രൂപ്പിനും കൈമാറും. മെയ് 12-ന് ഈ പരീക്ഷ ഔദ്യോഗികമായി റദ്ദാക്കപ്പെടും. ജൂൺ 21-ന് പുതിയ നീറ്റ് പരീക്ഷ നടത്തി. ജൂലൈ 16-ന് പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. മത്സര പരീക്ഷകളിലെ ചോദ്യക്കടലാസ് ചോരുന്നത് അതീവ ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കൃത്യമായ നടപടി സ്വീകരിച്ച് വിദ്യാർത്ഥികളുടെ വിശ്വാസം ആർജിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ പരാജയപ്പെട്ടു എന്നതാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം. എന്നാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളെ ബാധിക്കുന്ന പ്രശ്നമായിട്ടും നാളിതുവരെയും കോൺഗ്രസ് അതിനെതിരെ കാര്യമായ സമര പരിപാടികളോ പ്രതിഷേധമോ നടത്താൻ തയ്യാറായില്ല. ഇപ്പോൾ CJPയുടെ വർദ്ധിച്ചു വരുന്ന ജനപിന്തുണ കണ്ടിട്ടാണ് രാഹുലും കൂട്ടരും ഇതിലേക്ക് ആർത്തിയോടെ ചാടി വീഴുന്നത്. കോൺഗ്രസ് തുടക്കത്തിൽ തന്നെ ഏറ്റെടുക്കേണ്ട ഒന്നായിരുന്നു ഈ സമരം. എന്നാൽ രാഹുൽ സാർ ആ സമയത്തൊന്നും ഇവിടെ ഉണ്ടായിരുന്നുമില്ല. ഇപ്പോൾ ടൂറൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നല്ലൊരു ഷോ നടത്താനുള്ള അവസരം മുന്നിൽ കണ്ടു. അതോടെ ക്യാമറകളും മൈക്കുകളും ഒക്കെ അവിടേക്ക് എത്തി. സഹോദരന്മാർ വീണ്ടും വാർത്തകളിൽ ഇടം പിടിച്ചു. നേരത്തെ രാജ്യത്തെ ഇളക്കിമറിച്ച കർഷക സമരം ഉണ്ടായപ്പോഴും രാഹുൽ രാജീവ് ആദ്യം എത്തിയിരുന്നില്ല. അപ്പോഴും അദ്ദേഹം വിദേശത്ത് ഉല്ലാസയാത്രയിലായിരുന്നു. രൂക്ഷമായ വിമർശനങ്ങൾ ഉയരാൻ തുടങ്ങിയതോടെ കുറച്ച് ദിവസം കഴിഞ്ഞ് അയാൾ വന്നു. അതുവരെ ആ സമരം മുന്നിൽ നിന്ന് നയിച്ച കർഷക സംഘടനകളെയും നേതാക്കളെയും ഒന്നും അല്ലാതാക്കിക്കൊണ്ട് അയാൾ ഒരു ട്രാക്ടർ ഓടിക്കുന്നു. അങ്ങനെ രാഹുൽ ഒരു കർഷകനായി മാറും. അതോടെ PR ടീമും ഉഷാറായി. മീഡിയകളിൽ അത് വലിയ വാർത്തയായി മാറി. ഒരു പ്രധാന സമരത്തെ വളരെ നിസ്സാരമായി ഹൈജാക്ക് ചെയ്യുന്നു. അതുതന്നെയാണ് ഇപ്പോൾ സംഭവിച്ചത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സമരം തുടങ്ങുമ്പോഴും അദ്ദേഹം ഉല്ലാസയാത്രയിലായിരുന്നു. വിമർശനങ്ങൾ ഉയർന്നപ്പോൾ CJPയുടെ സമരത്തിന് അദ്ദേഹം എത്തി. പിന്നെ സഹോദരന്മാരുടെ പതിവുള്ള പ്രകടനങ്ങൾ അവിടെയും ആവർത്തിക്കും. ഈ പാർട്ടി എന്താണെന്നോ അവരുടെ പിന്നിൽ എന്തെങ്കിലും ഗൂഢ ലക്ഷ്യങ്ങളുണ്ടോ എന്നതൊന്നും ഇതുവരെ വ്യക്തമല്ല. പക്ഷേ അവരെ പോലെ നമ്മുടെ രാജ്യത്തെ യുവാക്കൾ സമരത്തിൽ ഇറങ്ങിയാൽ മാറാത്തത് പലതും മാറുക തന്നെ ചെയ്യും. BJP എന്ന വമ്പൻ പാർട്ടിക്ക് രാജ്യത്തെ പല MLA-മാരെയും MP-മാരെയും ഒക്കെ വിലക്കെടുക്കുവാൻ സാധിക്കുമായിരിക്കും. രാഖി രാമാനം മന്ത്രിസഭകളെ അട്ടിമറിക്കാനും അവർക്ക് കഴിയും. പക്ഷേ ഈ രാജ്യത്തെ ചെറുപ്പക്കാരെ വിലക്കെടുക്കാൻ അത്ര പെട്ടെന്ന് അവർക്ക് സാധിക്കില്ല. സമരം ചെയ്യുന്നവരെ തല്ലിയോടിച്ച് എല്ലാ കാലവും സമാധാനത്തോടെ ഭരിക്കാനും കഴിയില്ല. ഞങ്ങൾക്ക് ഇവിടെ ആരെയും പേടിക്കേണ്ട, ആരുടെയും അഭിപ്രായങ്ങൾ ഞങ്ങൾക്ക് കേൾക്കേണ്ട കാര്യവുമില്ല. ഞങ്ങൾ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ മതി എന്ന BJPയുടെ ലൈൻ അധികനാൾ ഇവിടെ തുടരാൻ സാധ്യതയില്ല. ഇപ്പോഴും ധർമ്മേന്ദ്ര പ്രധാൻ എന്ന കഴിവില്ലാത്തൊരു മന്ത്രിയെ മാറ്റിയാൽ തീരുന്ന ഒരു പ്രശ്നം മാത്രമാണ് ഇവിടെയുള്ളത്. എന്നാൽ അത് ഒരിക്കലും ചെയ്യില്ലെന്ന ദുർവാശയാണ് കേന്ദ്രത്തിനുള്ളത്. ആ സമയത്താണ് വല്ലവരും പണി എടുത്തതിന്റെ കൂലി മേടിക്കാൻ കോൺഗ്രസ് കടന്നു വരുന്നത്. രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ മുതൽ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പാർട്ടി എന്താണ് ആദ്യം ഈ വിഷയത്തിൽ സമരത്തിന് ഇറങ്ങാതിരുന്നത്? കഴിഞ്ഞൊരു മാസത്തിലേറെയായി ഒരു പ്രസ്താവന കൊണ്ടുപോലും സമരത്തെ പിന്തുണക്കാത്ത കോൺഗ്രസ് ഇപ്പോൾ ഇറങ്ങി തിരിച്ചതിൽ തീർച്ചയായും ദുരൂഹതയുണ്ട്. ജനങ്ങൾ ഒരു സമരത്തെ ഏറ്റെടുക്കുമ്പോൾ ആ സമരത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം കടന്നു വരും. ഇപ്പോൾ കേന്ദ്രം ചർച്ച നടത്തുന്നത് ഈ സമരം തുടങ്ങിവെച്ച CJPക്കാരോടല്ല, ഇന്നലെ മാത്രം ഇതിൽ പങ്കെടുക്കാൻ വന്ന കോൺഗ്രസുകാരോടാണ്. ഈ രാജ്യത്തെ പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ട ഒരു വിഷയമായിരുന്നു ഇത്. ഇപ്പോൾ ഒരു യുവജന മുന്നേറ്റം ഉണ്ടാകുമ്പോൾ എല്ലാവരും അതിനെ പിന്തുണക്കുമ്പോൾ അല്ല രാഹുലും കൂട്ടരും ഇതിലേക്ക് എടുത്തു ചാടേണ്ടത്. ഇത് നിങ്ങൾ ചെയ്യേണ്ട, നിങ്ങൾ തുടങ്ങേണ്ട, നിങ്ങൾ തന്നെ തീർക്കേണ്ട ഒരു സമരമായിരുന്നു.